നമസ്കാരം. പ്രധാന വാർത്തകൾ. സഹകരണ സംഘങ്ങൾക്ക് മുന്നറിയിപ്പുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. വിശ്വാസ്യതയും സത്യസന്ധതയും കാത്തുസൂക്ഷിച്ചാൽ നല്ല നിലയിൽ മുന്നോട്ടു പോകാം. കാശുണ്ടാക്കിയാൽ മാത്രം മതിയെന്ന ചിന്തയാണ് മോശമായ കാര്യങ്ങൾ സംഭവിക്കാൻ ഇടയാക്കിയതെന്നും ബിനോയ് വിശ്വം. മണ്ണാർക്കാട് CVR ആശുപത്രി നിക്ഷേപക തട്ടിപ്പ്. ആശുപത്രി മേധാവി CV മുഹമ്മദ് റിഷാദ് ഉൾപ്പെടെ 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. പ്രതികൾ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതായും വിവരം. കോട്ടപ്പാടത്ത് വനാതിർത്തിയോട് ചേർന്നുള്ള കൈവശ ഭൂമിയുടെ നികുതി സ്വീകരിക്കുന്നത് നിർത്തിവെച്ചതിൽ പ്രതിഷേധം. കോട്ടപ്പാടം 1 വില്ലേജ് ഓഫീസറെ CPIയുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചു. തിങ്കളാഴ്ച മുതൽ നികുതി സ്വീകരിക്കുമെന്ന വില്ലേജ് ഓഫീസർ ഉറപ്പു നൽകിയതായി CPI നേതാക്കൾ. കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ കൊന്നൊടുക്കുന്ന നടപടിയും ഫലം കണ്ടില്ല. സ്വന്തം നിലയ്ക്ക് പ്രതിരോധം തീർത്ത് ഒറ്റപ്പാലം അമ്പലപ്പാറ കൃഷിഭവൻ പരിധിയിലെ കർഷകർ. കൃഷി സംരക്ഷിക്കാൻ പെടാപ്പാട്. കടമ്പഴിപ്പുറത്ത് രാത്രിയുടെ മറവിൽ സാമൂഹ്യവിരുദ്ധരുടെ വിളയാട്ടം. വായില്യാംകുന്ന് പാടശേഖരത്തിൽ 300ഓളം വാഴകളും 200ഓളം കവുങ്ങിൻ തൈകളും വെട്ടി നശിപ്പിച്ചു. അതിക്രമം മുൻ നാവികസേനാ ഉദ്യോഗസ്ഥന്റെ കൃഷിയിടത്തിൽ. ആതുര സേവന രംഗത്ത് സാധാരണക്കാർക്ക് താങ്ങായി മങ്കട CH സെന്റർ ശനിയാഴ്ച നാടിന് സമർപ്പിക്കും. തുടക്കത്തിൽ പ്രതിവർഷം 50 പേർക്ക് 10,000 ഡയാലിസിസുകൾ സൗജന്യമായി നൽകുമെന്ന് ഭാരവാഹി. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ വിശ്വാസ്യതയും സത്യസന്ധതയും കാത്തുസൂക്ഷിക്കേണ്ട കാലമായെന്ന് CPI സംസ്ഥാന സെക്രട്ടറിയും MP-യുമായ ബിനോയ് വിശ്വം. സത്യവും ധർമ്മവും മാറ്റിവെച്ച് കാശുണ്ടാക്കിയാൽ മതിയെന്ന ചിന്തയാണ് പലയിടത്തും മോശമായ കാര്യങ്ങൾ സംഭവിക്കാൻ ഇടയാക്കിയതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. മാങ്ങോട് ചമ്മന്നൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിനായി MP ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശ്വാസ്യതയും സത്യസന്ധതയുമാണ് കേരളത്തിലെ സഹകരണ സംഘങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായത്. ആ വിശ്വാസ്യതയും സത്യസന്ധതയും കാത്തുസൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ വിശ്വാസ്യത കാത്തുസൂക്ഷിക്കേണ്ട കാലം എത്തിയിരിക്കുന്നു. സഹകരണ പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യത്തെ വഴിമാറ്റിവിടാൻ ശ്രമിക്കുന്ന ചിലർ ചെയ്ത ചിത്തത്തരങ്ങളുടെ പേരിൽ ഇത്തരം പ്രസ്ഥാനങ്ങൾ മുങ്ങിത്താണുപോകാൻ പാടില്ലെന്നും ബിനോയ് വിശ്വം MP പറഞ്ഞു. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയുടെ കഥ അതാണ് പറയുന്നത്. സഹകരണ പ്രസ്ഥാനത്തിൻ്റെ അടിയിലുണ്ടാകേണ്ടുന്ന ഈ വിശ്വാസ്യത, അതിൻ്റെ എല്ലാം അടിയിൽ എന്നും വർത്തിക്കേണ്ട സത്യസന്ധത, അത് തീർച്ചയായിട്ടും നമ്മളെല്ലാം ചേർന്ന് ഉയർത്തിപ്പിടിക്കേണ്ട കാലമായിരിക്കും. ഇന്നത്തെ കാലത്ത് സത്യവും ധർമ്മവും ഒക്കെ നമുക്ക് മാറ്റിവെക്കാം, കാശുണ്ടാക്കിയാൽ മതി എന്ന വാദം ശക്തിപ്പെടുന്നുണ്ട്. പണ്ട് പഴഞ്ചൊല്ലായിരുന്നു, നാണം കെട്ടും പണം നേടിക്കൊണ്ടാൽ നാണക്കേട് ആ പണം മാറ്റിക്കൊള്ളുമെന്ന്. ഇന്നത് പഴഞ്ചൊല്ലല്ല. ഇന്നതാണ് ഒരു വലിയ നീതിശാസ്ത്രമായി പലരും കാണുന്നത്. അതിന് മേൽക്കൈ വന്നപ്പോഴാണ് പല സ്ഥലങ്ങളിലും സംഭവിച്ചുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നതായി നാം മനസ്സിലാക്കുന്നത്. അത് സഹകരണ പ്രസ്ഥാനത്തെ പറ്റിയുള്ള ജനങ്ങളുടെ വിശ്വാസത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. ആ പ്രസ്ഥാനം തകരാൻ പാടില്ല. സഹകരണ പ്രസ്ഥാനം ക്ഷീരരംഗത്താകട്ടെ ഏത് രംഗത്തുമാകട്ടെ അത് തകരാൻ സമ്മതിക്കാൻ പാടില്ല. അതിൻ്റെ അസ്ഥിവാരം ശക്തിപ്പെടുത്തിയേ തീരും. ജനങ്ങൾക്കും നാടിനും മുന്നോട്ട് പോകാൻ എന്നും വഴി കാണിക്കാൻ വേണ്ടി ലക്ഷ്യമാക്കപ്പെട്ട അത്തരം പ്രസ്ഥാനങ്ങളെ ലക്ഷ്യത്തിൽ നിന്നും വഴിമാറ്റിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഏതാനും പേർ ചെയ്ത ചിത്തത്തരങ്ങളുടെ പേരിൽ മഹത്തായ ഈ സങ്കല്പം, ഈ പ്രസ്ഥാനം അത് മുങ്ങിത്താണ് പോയിക്കൂടാ എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. മാങ്ങോട് ചെമ്മന്നൂരിൽ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിനായി ബിനോയ് വിശ്വം MP പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 50 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷത വഹിച്ചു. കേരള ഫെഡ് ചെയർമാൻ വി ചാമുണ്ണി, മിൽമ മലബാർ മേഖലാ യൂണിയൻ ചെയർമാൻ KS മണി, മുൻ കാംകോ ചെയർമാൻ KP സുരേഷ് രാജ് തുടങ്ങിയവർ മുഖ്യാതിഥികളായി. തൃക്കടീരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AP ലതിക, മുസ്തഫ OK, A ശങ്കരനാരായണൻ, വിനോദ് കുമാർ K, അശ്വതി S, പ്രഭാവതി A, K മണികണ്ഠൻ തുടങ്ങിയവരും ജനപ്രതിനിധികളും സഹകരണ സംഘം പ്രവർത്തകരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു.
മണ്ണാർക്കാട് CVR ആശുപത്രി നിക്ഷേപക തട്ടിപ്പ് കേസിൽ മേധാവി CV മുഹമ്മദ് റിഷാദ് ഉൾപ്പെടെ 5 പേർക്കെതിരെ മണ്ണാർക്കാട് പോലീസ് കേസെടുത്തു. ഇതിനിടെ റിഷാദ് ഉൾപ്പെടെയുള്ള പ്രതികൾ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതായി വിവരം പുറത്തുവന്നു. CVR മേധാവി C മുഹമ്മദ് റിഷാദ്, ഭാര്യ ഷഹാന, റിഷാദിന്റെ പിതാവ് അലി, ജീവനക്കാരായ P സത്താർ, ജിൻഷ എന്നിവർക്കെതിരെയാണ് കേസ്. വൻ വാഗ്ദാനങ്ങൾ നൽകി കോടികളാണ് പലരിൽ നിന്നായി പിരിച്ചെടുത്തത്. നിക്ഷേപം സ്വീകരിക്കുമ്പോൾ നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിച്ചില്ലെന്ന് മാത്രമല്ല, ആശുപത്രിയുടെ പ്രവർത്തനം നിർത്തുകയും കൂടി ചെയ്തതോടെയാണ് നിക്ഷേപകർ പരാതികളുമായി രംഗത്തെത്തിയത്. 100-ലേറെ പരാതികളാണ് മണ്ണാർക്കാട് പോലീസിന് ലഭിച്ചത്. ലഭിച്ച പരാതികളെല്ലാം ചേർത്ത് 2 കേസുകളായാണ് എടുത്തിരിക്കുന്നത്. റിഷാദിനും കൂട്ടാളികൾക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം നിക്ഷേപകർ നഗരത്തിൽ പ്രകടനവും ധർണയും നടത്തിയിരുന്നു. കൂടുതൽ പരാതികൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു. കോടികളുടെ നിക്ഷേപവുമായി മുങ്ങിയ കേസായതിനാൽ പ്രത്യേക സംഘം അന്വേഷിക്കണമെന്നാണ് നിക്ഷേപകരുടെ ആവശ്യം. അതേസമയം ആശുപത്രി അധികൃതർ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതായാണ് ലഭിക്കുന്ന വിവരം. പ്രതികൾക്ക് ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യം ഒരുക്കാനാണ് അന്വേഷണം വൈകിപ്പിക്കുന്നതെന്ന ആരോപണവും ഉയരുന്നുണ്ട്. കോട്ടപ്പാടം കച്ചേരിപ്പടി മേഖലയിൽ വനാതിർത്തിയോട് ചേർന്നുള്ള കൈവശ ഭൂമിയുടെ നികുതി സ്വീകരിക്കുന്നത് നിർത്തിവച്ചതിൽ പ്രതിഷേധിച്ച് കോട്ടപ്പാടം 1 വില്ലേജ് ഓഫീസറെ CPIയുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചു. നികുതി സ്വീകരിക്കാൻ കളക്ടറുടെ ഉത്തരവുണ്ടായിട്ടും വില്ലേജ് ഓഫീസർ തടസ്സം നിൽക്കുകയാണെന്നാരോപിച്ചായിരുന്നു ഉപരോധം. മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധത്തിനു ശേഷം തിങ്കളാഴ്ച നികുതി സ്വീകരിക്കാമെന്ന ഉറപ്പിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. നമ്പർ എഴുതാൻ പറഞ്ഞു. നമ്പർ എഴുതിവിടുന്ന പ്രശ്നം മുന്നേ വിജിലൻസിന്റെ നമ്പർ ഇവിടെ ഉണ്ട്, ഇപ്പോഴും നമ്പർ ഉണ്ട്. ഞാൻ അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിലോ ഫോറസ്റ്റ് ഭൂമി മറച്ചു വിറ്റ് കഴിഞ്ഞാൽ കേസ് എന്ന് പറഞ്ഞാൽ 10 വർഷം തടവാം. എനിക്ക് മറച്ചു വിറ്റു എന്ന് പറഞ്ഞാൽ നികുതി അടച്ചതുമാണ് ഞാൻ കൊടുത്തത്. ഇത് ക്ലാരിറ്റി വേണ്ടേ? ഇത് സർക്കാരിന്റെ കോട്ടപ്പാടം 1 വില്ലേജിൽ വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കൃഷിഭൂമിയുടെയും പുരയിടത്തിന്റെയും നികുതി സ്വീകരിക്കുന്നത് സമീപകാലത്ത് നിർത്തിവച്ചിരുന്നു. പതിറ്റാണ്ടുകളായി കൈവശമുള്ള ഭൂമിക്ക് വർഷങ്ങളായി നികുതിയും അടയ്ക്കുന്നുണ്ട്. എന്നാൽ നിലവിലെ വില്ലേജ് ഓഫീസർ വന്നതിനു ശേഷമാണ് നികുതി സ്വീകരിക്കുന്നത് നിർത്തിവെച്ചത്. ഇതിനെതിരെ കർഷകർ കളക്ടർക്ക് പരാതി നൽകിയതിനെ തുടർന്ന് നേരത്തെ നികുതി സ്വീകരിക്കുകയും വനം വകുപ്പ് തടസ്സം പറയാത്ത കേസുകളിൽ നിലവിലെ സ്ഥിതി തുടരണമെന്നും തടസ്സമുള്ള കേസുകളിൽ വനവകുപ്പുമായി ചേർന്ന് സംശയം തീർക്കാനും കളക്ടർ വില്ലേജ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി ഉത്തരവിറക്കി. ഈ ഉത്തരവനുസരിച്ച് തർക്കമില്ലാത്ത സ്ഥലത്തിന്റെ നികുതി സ്വീകരിക്കണമെന്നാണ് ഭൂവുടമകളുടെ ആവശ്യം. എന്നാൽ വനവകുപ്പിന്റെ NOC ഉണ്ടെങ്കിലേ നികുതി സ്വീകരിക്കൂയെന്ന് വില്ലേജ് ഓഫീസർ ശഠിച്ചതാണ് പ്രശ്നം രൂക്ഷമാക്കിയത്. ആധാരമുള്ളവർക്കെല്ലാം തണ്ടപ്പേർ നൽകി നികുതി സ്വീകരിച്ചിട്ടുണ്ടെന്നും ആധാരം ഇല്ലാത്തവരുടെ വസ്തുവിന്മേലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സർവേ നടന്നുവരികയാണെന്നും വില്ലേജ് ഓഫീസർ S സുനിൽകുമാർ പറഞ്ഞു. വനംവകുപ്പ് തടസ്സമുന്നയിക്കാത്ത വസ്തുവിന്റെ നികുതി സ്വീകരിക്കാൻ കളക്ടറുടെ ഉത്തരവ് അനുസരിച്ച് തടസ്സമില്ലെന്ന് CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പൊറ്റശ്ശേരി മണികണ്ഠൻ പറഞ്ഞെങ്കിലും വില്ലേജ് ഓഫീസർ വഴങ്ങിയില്ല. കളക്ടറുടെ ഉത്തരവനുസരിച്ച് നികുതി സ്വീകരിക്കാതെ പോകില്ലെന്ന് മണികണ്ഠൻ പറഞ്ഞു. പ്രശ്നത്തിന് പരിഹാരമായിട്ടേ പ്രതിഷേധം അവസാനിപ്പിക്കുകയുള്ളൂവെന്നും അതുവരെ ഓഫീസിൽ കുത്തിയിരിക്കുമെന്നും പ്രഖ്യാപിച്ചു. വിവരം അറിഞ്ഞ് കൂടുതൽ ഭൂവുടമകൾ വില്ലേജ് ഓഫീസിലേക്ക് എത്തി. 2 മണിയോടെ മണ്ണാർക്കാട് നിന്ന് പോലീസ് സ്ഥലത്തെത്തി. പോലീസിന്റെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിൽ തിങ്കളാഴ്ച നികുതി സ്വീകരിക്കാമെന്ന് വില്ലേജ് ഓഫീസർ ഉറപ്പ് നൽകിയതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ പ്രതിഷേധവുമായി വീണ്ടും എത്തുമെന്ന് മണികണ്ഠൻ പറഞ്ഞു. അവസാനം മണ്ണാർക്കാട് തഹസിൽദാർ നൽകിയ ഉത്തരവിന് വിധേയമായി വരുന്ന തിങ്കളാഴ്ച ഈ കക്ഷികളുടെ എല്ലാവരുടെയും ഭൂനികുതി അടച്ചു കൊടുക്കാമെന്ന് അദ്ദേഹം വാക്കാലുള്ള ഉറപ്പ് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. നാട്ടുകൽ SIയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയുടെ മണ്ണാർക്കാട് SIയുടെ സാന്നിധ്യത്തിൽ നടന്നിട്ടുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഇനി തിങ്കളാഴ്ച ഭൂനികുതി കെട്ടിക്കൊടുത്തില്ലെങ്കിൽ തുടർ പ്രക്ഷോഭവുമായി ഈ പ്രദേശത്തിലെ അമ്പലപ്പാറ തിരുവാങ്കുന്ന് മേഖലയിലെ കൃഷിക്കാർ ഈ വിഷയവുമായി ശക്തമായി മുന്നോട്ട് പോകും. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി മണികണ്ഠൻ പൊറ്റശ്ശേരി, മണ്ണാർക്കാട് മണ്ഡലം സെക്രട്ടറി AK അബ്ദുൾ അസീസ്, ശേഖരൻ, O ഷിഹാബ്, O സമദ്, VT കുഞ്ഞായ്മു, P ഹംസ, ഫ്രാൻസിസ് കൊച്ചുപറമ്പിൽ, O സൈനുദ്ദീൻ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. കടമ്പഴിപ്പുറത്ത് രാത്രിയുടെ മറവിൽ സാമൂഹ്യവിരുദ്ധരുടെ വിളയാട്ടം. വായില്യാംകുന്ന് പാടശേഖരത്തിൽ 300ഓളം വാഴകളും 200ഓളം കവുങ്ങിൻ തൈകളും വെട്ടി നശിപ്പിച്ചു. കടമ്പഴിപ്പുറം വായില്യംകുന്ന് അടിയത്ത് വീട്ടിൽ അജിത്തിന്റെ
50 സെന്റ് കൃഷിയിടത്തിലെ ഞാലിപ്പൂവൻ വാഴകളും കവുങ്ങുകളും തെങ്ങിൻ തൈകളുമാണ് സാമൂഹ്യവിരുദ്ധർ കവർച്ച ചെയ്യുകയും വെട്ടി നശിപ്പിക്കുകയും ചെയ്തത്. വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. 300ഓളം വാഴകൾ വെട്ടി നശിപ്പിക്കുകയും പാകമായ ഞാലിപ്പൂവൻ വാഴക്കുലകൾ മോഷ്ടിച്ചു കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. 200ഓളം കവുങ്ങിൻ തൈകളും സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചിട്ടുണ്ട്. നാവികസേനയിൽ നിന്നും റിട്ടയർ ചെയ്തുവന്ന് കൃഷിയിലേക്ക് ഇറങ്ങിയ വ്യക്തിയാണ് അജിത്ത്. ഇതുപോലെയുള്ള പ്രവണതകൾ സമീപകാലത്ത് കൂടി വരുന്നതായി അജിത്ത് പറഞ്ഞു. ശ്രീകൃഷ്ണപുരം പോലീസിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകി. ഉചിതമായ നടപടി പോലീസ് സ്വീകരിക്കണമെന്നും ഇനി ആർക്കും ഇത്തരം അവസ്ഥ അഭിമുഖീകരിക്കേണ്ട സാഹചര്യം ഉണ്ടാവരുതെന്നും അജിത്ത് പറഞ്ഞു. നാട്ടിൽ സെറ്റിലാവണം എന്നുള്ളൊരു ആഗ്രഹപ്രകാരം ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയതാണ്. അത് ഇന്നലെ രാത്രിയോടുകൂടി കുറച്ച് സാമൂഹ്യ വിരുദ്ധർ വന്നിട്ട് ഈ വാഴയെല്ലാം വെട്ടി നശിപ്പിച്ചു. അത് പോരാത്ത പാകമായിട്ടുള്ള കൊലകളെല്ലാം അവർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ബാക്കിയെല്ലാം തലപ്പ് വെട്ടി നശിപ്പിച്ചിട്ടിരിക്കുന്നു. ഏകദേശം ഒരു 300ഓളം വാഴയും അത്ര തന്നെ കവുങ്ങ് തൈകളും ഉണ്ടായിരുന്നു. ഒരുപാട് പൈസ ഇറക്കിയിട്ടാണ് ഈ ഒരു സംരംഭം ഈ ഒരു നിലയിലെത്തിയിട്ട് വാഴകളെല്ലാം കുലയ്ക്കാറുള്ള ഈ നിലയിലെത്തിയത്. ഒരുപാട് പന്നി ആക്രമണം, വെള്ളത്തിൻ്റെ കാലാവസ്ഥാ വ്യതിയാനം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കർഷകർ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ കൃഷിയിടം മെയിൻറ്റെയിൻ ചെയ്ത് വന്നിരുന്നത്. ഏകദേശം ഒരു 5 ലക്ഷം രൂപയുടെ നഷ്ടത്തോളം എനിക്ക് വന്നിട്ടുണ്ട്. അതായത് പണിക്കൂലിയും അതുപോലെ വളമിറക്കലും തെങ്ങിൻ്റെ വിലയും ഒക്കെ പാടെ ഒരു 5 ലക്ഷം രൂപയോളം നഷ്ടം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. വരാൻ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. സമീപകാലങ്ങളിൽ ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ആക്രമണം കൂടി വരുന്നതായിട്ടുള്ളൊരു പ്രവണതയുണ്ട്. മേലിൽ ഇത്തരം നടപടികൾ വേറെ ആർക്കും ഈ ഒരു ഗതി ഉണ്ടാവാതിരിക്കാൻ വേണ്ട നടപടികൾ എടുക്കണമെന്ന് അധികാരികളോട്. കാട്ടുപന്നികളെ കൊല്ലുന്ന നടപടി ഫലവത്താകാത്തതിനെ തുടർന്ന് നെൽകൃഷി സംരക്ഷിക്കാൻ കർഷകർ സ്വന്തം നിലയ്ക്ക് പ്രതിരോധം തീർക്കുന്നു. ഒറ്റപ്പാലം അമ്പലപ്പാറ കൃഷിഭവൻ പരിധിയിലെ കർഷകരാണ് പാടശേഖരങ്ങൾ വേലികെട്ടിയും ഏറുമാടങ്ങളുണ്ടാക്കി രാത്രി കാവലിരുന്നും ചാക്കുകൾ കെട്ടിവെച്ചും തുണി വലിച്ചു കെട്ടിയുമൊക്കെ കൃഷി സംരക്ഷിക്കുന്നത്. കാലാവസ്ഥ പ്രശ്നം മൂലം 1-ാം വിള കൃഷി ഇറക്കാത്ത കർഷകരുടെ വലിയ പ്രതീക്ഷയാണ് 2-ാം വിള. കൊയ്ത്തെടുത്ത പാടങ്ങളിലാണ് പന്നികളുടെ വിളയാട്ടം. അമ്പലപ്പാറയിൽ 20 പാടശേഖരങ്ങളിലായി ഏകദേശം 350 ഏക്കർ സ്ഥലത്താണ് 2-ാം വിള കൃഷി ഇറക്കിയിരിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗം സ്ഥലത്തും കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമാണ്. രാത്രി സമയങ്ങളിലാണ് പന്നികളുടെ വിളയാട്ടം കൂടുതലുള്ളത്. അറവക്കാട്, കണ്ണമംഗലം, വേണ്ടശ്ശേരി, മുട്ടിപ്പാലം തുടങ്ങിയ സ്ഥലങ്ങളിലെ ഏകദേശം 10 ഏക്കറോളം കൃഷിയിടം കൊയ്ത്തിന് പോലും പറ്റാത്ത വിധം നാശമായി കിടക്കുകയാണ്. ഇതിനു പുറമെ അപ്രതീക്ഷിതമായി പെയ്ത മഴ കർഷകർക്ക് കൂടുതൽ വിനയായി. കതിരായ നെല്ല് മുഴുവൻ പാടത്ത് പതിഞ്ഞു കിടക്കുന്ന നിലയിലാണ്. കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമായതോടെ ദൗത്യസംഘത്തെ വിനിയോഗിച്ച് വെടിവെച്ച് കൊല്ലാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഫലവത്തായില്ല. പുളിഞ്ചോട് മയിലുംപുറം ഭാഗത്ത് ഷൂട്ടർമാരെ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലിൽ ഒരു പന്നിക്കുട്ടിയെ മാത്രമാണ് ലഭിച്ചിരുന്നത്. ദൗത്യസംഘത്തെ ഉപയോഗിച്ച് പന്നികളെ വെടിവെച്ച് കൊല്ലുന്നത് ഭാരിച്ച ചെലവുള്ള കാര്യമാണ്. മറ്റ് സ്ഥലങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഇതിനു ഫണ്ട് വഹിക്കുന്നത്. എന്നാൽ അമ്പലപ്പാറയിൽ വരുന്നവർക്കുള്ള ചെലവ് പാടശേഖര സമിതികൾ വഹിക്കണമെന്നതാണ് വിനയാകുന്നത്. തുടർന്നാണ് കർഷകർ വിള നശിക്കാതിരിക്കാൻ പാടങ്ങൾ മുഴുവനായി വേലികെട്ടിയും മറ്റ് സംരക്ഷണം ഒരുക്കുന്നത്. ഭയങ്കര പ്രശ്നമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനൊക്കെ ഇങ്ങനെ കമ്പിയും കയറൊക്കെ കെട്ടിയിട്ടും രാത്രി ഞങ്ങൾ കാവലിരുന്നൊക്കെ അതിന് വേണ്ടി ഒരുപാട് സമയം നോക്കുന്നുണ്ട്. അതൊന്നും വലിയ പ്രതീക്ഷയില്ല. പന്നിയുടെ ശല്യവും രണ്ടും കൂടി ആയപ്പോൾ കർഷകന് ഭയങ്കര ഒരു ദുഃഖത്തിൻ്റെ ഭയങ്കര സങ്കടത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലം തെരഞ്ഞെടുപ്പിലെ തപാൽ വോട്ട് പെട്ടി കാണാതായ സംഭവം സസ്പെൻഷനിലായിരുന്ന സബ് ട്രഷറി ഓഫീസർ എൻ സതീഷ് കുമാർ, സീനിയർ അക്കൗണ്ടന്റ് എസ് രാജീവ് എന്നിവരെ തിരിച്ചെടുക്കാൻ ട്രഷറി ഡയറക്ടർ ഉത്തരവിറക്കി. 2023 ജനുവരി 18-നാണ് പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിന്റെ തപാൽ വോട്ടുകൾ അടങ്ങിയ പെട്ടി പെരിന്തൽമണ്ണ സബ് ട്രഷറിയിൽ നിന്നും കാണാതായത്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസിൽ തപാൽ പോളിംഗ് സാമഗ്രികൾ ഹൈക്കോടതിയിൽ ഹാജരാക്കാൻ നിർദ്ദേശിച്ചിരുന്നു. ഹൈക്കോടതിയിലേക്ക് കൊണ്ടുപോകാൻ പരിശോധിച്ചപ്പോഴാണ് തപാൽ ബാലറ്റുകൾ സൂക്ഷിച്ചതിൽ ഒരു പെട്ടി കാണാതായതായി അറിയുന്നത്. തുടർന്ന് സബ് ട്രഷറി ഓഫീസർ എൻ സതീഷ് കുമാറിനെയും സീനിയർ അക്കൗണ്ടന്റ് എസ് രാജീവനെയും സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. സസ്പെൻഡ് കാലാവധി 1 വർഷം കഴിഞ്ഞ സാഹചര്യത്തിൽ ഇരുവരെയും സർവീസിൽ തിരിച്ചെടുക്കാൻ ട്രഷറി ഡയറക്ടർ ഉത്തരവിറക്കി. പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ വിജയിച്ച UDF സ്ഥാനാർത്ഥി നജീബ് കാന്തപുരത്തിന്റെ വിജയം ചോദ്യം ചെയ്ത് ഇടത് സ്ഥാനാർത്ഥി KPM മുസ്തഫ നൽകിയ ഹർജി പരിഗണിക്കുന്നതിന്റെ ഭാഗമായി
വോട്ട് പട്ടികൾ ഹൈക്കോടതിയിലേക്ക് മാറ്റാൻ സ്ട്രോങ് റൂം തുറന്നപ്പോഴാണ് പെട്ടികൾ കാണാതായതായി അറിയുന്നത്. ഈ പെട്ടി മലപ്പുറം സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ ഓഫീസിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു. പെട്ടി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. ട്രഷറി ഉദ്യോഗസ്ഥർക്ക് പെട്ടി കാണാതായ സംഭവത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് മധ്യമേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ റിപ്പോർട്ട് നൽകിയ സാഹചര്യത്തിലാണ് സബ് ട്രഷറി ഓഫീസറെയും അക്കൗണ്ടിനെയും സസ്പെൻഡ് ചെയ്തിരുന്നത്. ഇവർക്ക് അടുത്ത ദിവസം നിയമനം ഉത്തരവ് ലഭിക്കും. ഇടവേള. വാർത്തകൾ തുടരുന്നു. CPM ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി ഓഫീസ് AKG മന്ദിരം പുനർനിർമ്മാണം തുടങ്ങി. ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ശിലാസ്ഥാപനം നിർവഹിച്ചു. CPM ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി ഓഫീസ് AKG മന്ദിരത്തിന്റെ പുനർനിർമ്മാണമാണ് ആരംഭിച്ചത്. ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. ഒറ്റപ്പാലം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും ഇന്നത്തെ ഈ പാർട്ടിയുടെ ഇവിടുത്തെ വളർച്ചയെ എടുത്തു നോക്കിയാൽ മതിയാവില്ല. ഒരു ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ ഉള്ള സൗകര്യം പോലും ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയുടെ ഓഫീസിൽ പൂർണ്ണമായുമില്ല. അത്തരത്തിലുള്ളൊരു പരിമിതി നമുക്ക് ഒറ്റപ്പാലം ഏരിയ പാർട്ടിയിൽ ഇപ്പോൾ നിലനിൽക്കുക. അതുകൊണ്ടാണ് ഏരിയ കമ്മിറ്റി ഇങ്ങനെ കുറച്ചുകൂടി ഇന്നത്തെ എല്ലാവിധ സൗകര്യങ്ങളും സർവ്വ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ഓഫീസ് നിർമ്മിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S. അജയ്കുമാർ അധ്യക്ഷനായി. ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ്, ജില്ലാ കമ്മിറ്റി അംഗം MR മുരളി, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ E. രാമചന്ദ്രൻ, K. സുരേഷ്, U. രാജഗോപാൽ എന്നിവർ സംസാരിച്ചു. മങ്കട CH സെന്റർ ഫെബ്രുവരി 3 ശനിയാഴ്ച നാടിന് സമർപ്പിക്കും. വൈകിട്ട് 3 മണിക്ക് രാഷ്ട്രീയ, മത, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ചടങ്ങിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മങ്കട CH സെന്റർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തുടക്കത്തിൽ പ്രതിവർഷം 50 പേർക്ക് വീതം 10,000 ഡയാലിസിസുകൾ സൗജന്യമായി നൽകാനാണ് മങ്കട CH സെന്ററിലൂടെ ഉദ്ദേശിക്കുന്നത്. ആതുര സാമൂഹ്യ സേവന രംഗങ്ങളിൽ തുല്യതയില്ലാത്ത പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന CH സെന്ററുകളുടെ കൂട്ടത്തിലേക്ക് ഒരു കേന്ദ്രം കൂടി കടന്നു വരികയാണ്. മങ്കട ഗവൺമെൻറ് ആശുപത്രിക്ക് സമീപം 24 സെന്റ് സ്ഥലത്ത് 12,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 3 നിലകളിലായി മങ്കട CH സെന്റർ യാഥാർത്ഥ്യമായി. ആധുനിക സംവിധാനങ്ങളോടെയുള്ള കെട്ടിടത്തിൽ ഡയാലിസിസ് സെന്റർ, ഫിസിയോതെറാപ്പി സെന്റർ, ഫാർമസി, മെഡിക്കൽ ലാബ്, മെഡിക്കൽ ക്ലിനിക്, കൗൺസിലിംഗ് സെന്റർ തുടങ്ങിയ വിഭാഗങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 3 പകൽ 3 മണിക്ക് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മങ്കട CH സെന്റർ ഉദ്ഘാടനം ചെയ്യുമെന്ന് CH സെന്റർ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. MP-മാർ, MLA-മാർ, രാഷ്ട്രീയ നേതാക്കൾ, മതപണ്ഡിതർ, KMCC ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ സംബന്ധിക്കും. തുടക്കത്തിൽ പ്രതിവർഷം 50 പേർക്ക് വീതം 10,000 ഡയാലിസിസുകൾ സൗജന്യമായി നൽകാനാണ് മങ്കട CH സെന്റർ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പ്രാരംഭഘട്ടത്തിൽ 50 പേർക്ക് ഡയാലിസാണ്. അത് പൂർണ്ണമായിട്ടും സൗജന്യമാണ്. ഇത് ഒരു സാധാ ഡയാലിസിസ് സെൻറ്റർ പോലെയല്ല. നമ്മൾ പൂർണ്ണമായും ഡോക്ടർമാരുടെ നിയന്ത്രണത്തിൽ, അതുപോലെ ഹൈടെക് സംവിധാനത്തിലുള്ള എല്ലാ മോഡേൺ ടെക്നോളജീസും ഉൾപ്പെടുത്തിയിട്ടുള്ള ഡയാലിസിസ് സെൻ്ററാണ്. നിങ്ങൾക്ക് അവിടെ പോയിട്ട് അത് കാണാവുന്നതാണ്. 50 പേരാണ്. അത് 50 പേരെ സെലക്ഷൻ നമ്മൾ അവർക്ക് പ്രത്യേക മാർക്ക് അലോട്ട് ചെയ്ത് കൊടുത്ത് അവരുടെ വരുമാനം, മറ്റ് സോഴ്സുകൾ എന്ന ആപ്ലിക്കേഷൻസ്, കോൾ ഫോർ ചെയ്ത ആപ്ലിക്കേഷൻസിൽ നിന്ന് മാർക്ക് അലോട്ട് ചെയ്ത് മാനദണ്ഡ പ്രകാരമുള്ള മാർക്ക് അലോട്ട് ചെയ്ത് അതിന്നാണ് സെലക്ട് ചെയ്യുന്നത്. അതല്ലാതെ മറ്റൊരു പരിഗണനയും കൊടുക്കുന്നില്ല. മറ്റേ പൊളിറ്റിക്സോ ജാതിയോ മതമോ മറ്റൊരു ക്രൈറ്റീരിയയും അതിനില്ല. സ്വദേശത്തും വിദേശത്തുമുള്ള സുമനസ്സുകൾ, KMCC കമ്മിറ്റികൾ, പാർട്ടി പ്രവർത്തകർ, അനുഭാവികൾ ഉൾപ്പെടെയുള്ളവരുടെ സഹായം കൊണ്ടാണ് കേന്ദ്രം പൂർത്തിയാക്കാനായത്. ഇതിൻ്റെ ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇതിൽ സാധാരണക്കാർ, ഇതൊരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. 5,000 രൂപ മെമ്പർഷിപ്പ് വാങ്ങി ഓരോരുത്തരും ഇതിൽ അംഗമാകുന്നത്. ആർക്കും ആവാം. ഞങ്ങളതിലെല്ലാ ആളുകളെയും വെൽക്കം ചെയ്തു. ഇതിൻ്റെ ആശയം നമുക്ക് അറിയുന്ന പോലെ മുസ്ലിം ലീഗ് പാർട്ടിയാണ്. ചില സ്ഥലത്ത് ട്രസ്റ്റായിട്ട് നടത്തും, ചില സ്ഥലത്ത് പിന്നെ സൊസൈറ്റീസ് ആയിട്ട് നടത്തും. ഇവിടെയുള്ള ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അത് 250 രൂപ, 1 രൂപ മുതൽ തന്ന ആളുകളുണ്ടെന്ന് പറയാം. ഗൂഗിൾ പേയിലൊക്കെ 254 രൂപ മുതൽ
കുട്ടികൾ MSFൻ്റെ കുട്ടികൾ പഴയ പത്രം കളക്ട് ചെയ്ത് വിറ്റ് ഉണ്ടാക്കി കാശ് മുതൽ ഓരോരുത്തരും ഉള്ള ആളുകളും ഇല്ലാത്ത ആളുകളും നാട്ടിൽ നിന്നും പുറത്തു നിന്നും സംഭാവനയായിട്ട് തന്ന, പ്രത്യേകിച്ച് KMCC, ഞങ്ങളെ മങ്കട നിയോജക മണ്ഡലത്തിലെ KMCCകൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ, അത് ബ്രിട്ടനിൽ 5 6 പേരുള്ള മങ്കട മണ്ഡലക്കാർ, അവർ പോലും ഇതിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. ബ്രിട്ടൻ, ഓസ്ട്രേലിയ, അതുപോലെ മറ്റേ നമ്മുടെ പശ്ചിമേഷ്യയിലെ ഓൾമോസ്റ്റ് ഓൾ പ്ലേസസ് ഒക്കെ മണ്ഡലം KMCCകളുണ്ട്. മണ്ഡലം KMCCകളും ഞങ്ങളെ പഞ്ചായത്തിലെ KMCCകളും ഒക്കെ കൂടി അവരും അതുപോലെ നാട്ടിൽ നിന്നും ഈക്വലായിട്ട്, അല്ലെങ്കിൽ ഈക്വൽ ഓർ സംതിങ് ബെറ്റർ ദാൻ ഈക്വൽ, അവിടുന്ന് ഇവിടുന്നും നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ആളുകൾ അവരെ സക്കാത്ത്, സൗജന്യം, ആംബുലൻസ് സർവീസ്, മരണാന്തര പരിപാലനം, മൊബൈൽ ഫ്രീസർ, മങ്കട സർക്കാർ ആശുപത്രി കേന്ദ്രീകരിച്ചു വരുന്ന രോഗികൾക്ക് ആവശ്യമായ പരിചരണവും CH സെൻ്ററിലൂടെ ലഭ്യമാക്കും. സ്വീറ്റ് സെൻ്ററിൽ സജ്ജീകരിച്ച മിനി ഹാൾ പൊതു സാമൂഹിക ആരോഗ്യ പരിപാടികൾക്ക് സൗജന്യമായി അനുവദിക്കാനാണ് തീരുമാനം. 2013 മെയ് മാസത്തിൽ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചാണ് സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. അന്നു മുതൽ വിവിധ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ചെയ്തു വരികയാണ് മങ്കട CH സെൻ്റർ. CH മുഹമ്മദ് കോയ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിലാണ് സെൻ്റർ പ്രവർത്തിച്ചു വരുന്നത്. വാർത്താ സമ്മേളനത്തിൽ CH സെൻ്റർ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കുഞ്ഞാലി, ട്രഷറർ ഉമ്മർ അറക്കൽ, അഡ്മിനിസ്ട്രേറ്റർ സമീഹ, അലി കളത്തിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം TP ഹാരിസ് തുടങ്ങിയവർ പങ്കെടുത്തു. ജൽജീവൻ മിഷന്റെ ഭാഗമായി റോഡിന്റെ വശം കീറി പൈപ്പിട്ടു. ഇപ്പോൾ റോഡിന്റെ വശങ്ങൾ തകർന്നു തുടങ്ങി. 1 വർഷം മുന്നേ റബ്ബറൈസ് ചെയ്ത് നവീകരിച്ച കൊടക്കാട് പാലോട് റോഡാണ് തകർച്ചാ ഭീഷണി നേരിടുന്നത്. റബ്ബറൈസർ ചെയ്ത് നവീകരിച്ച കൊടക്കാട് പാലോട് റോഡിന്റെ വശം കീറി ജൽജീവൻ മിഷൻ പദ്ധതിക്കുള്ള പൈപ്പിട്ടു. പൈപ്പിട്ട ശേഷം തച്ചനാട്ടുകര പാലോട് മുല്ലക്കൽ ക്ഷേത്രം ഭാഗത്തെ റോഡിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയാണിത്. പൈപ്പിട്ട ഭാഗം മണ്ണിട്ട് മൂടിയെങ്കിലും മണ്ണ് താഴ്ന്നതോടെ റോഡിന്റെ വശം പൊളിഞ്ഞു തുടങ്ങി. 1 വർഷം മുന്നെയാണ് റോഡ് നവീകരിച്ചത്. പൊളിഞ്ഞ ഭാഗങ്ങൾ കോൺക്രീറ്റ് ചെയ്യാനോ ടാർ ചെയ്യാനോ ബന്ധപ്പെട്ട വകുപ്പുകൾ തയ്യാറായിട്ടില്ല. ചരിത്ര പ്രസിദ്ധമായ പെരിന്തൽമണ്ണ പുത്തനങ്ങാടി സുഹദ ആണ്ട് നേർച്ചയ്ക്കും അനുസ്മരണ സമ്മേളനത്തിനും തുടക്കമായി. മഹല്ല് പ്രസിഡന്റ് മുഹമ്മദ് ഹാജി കൊടിയേറ്റിയതോടെയാണ് നേർച്ചയോടനുബന്ധിച്ചുള്ള 5 ദിവസത്തെ പരിപാടികൾക്ക് തുടക്കമായത്. ബുധനാഴ്ച വൈകിട്ട് നടന്ന സുഹദ മഖാം സിയാറത്തിന് KKCM തങ്ങൾ വഴിപ്പാറ നേതൃത്വം നൽകി. തുടർന്ന് മഹൽ പ്രസിഡന്റ് കൊണ്ടേരിത്തോടി മുഹമ്മദ് ഹാജി പതാക ഉയർത്തിയതോടെ 5 ദിവസത്തെ നേർച്ച പരിപാടികൾക്ക് തുടക്കമായി. സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ കൊടിയേറ്റ് ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് നടന്ന വിളംബര റാലിയിൽ സുഹദ കോളേജിലെ വിദ്യാർത്ഥികളും നിരവധി വിശ്വാസികളും അണിനിരന്നു. വൈകിട്ട് നടന്ന അനുസ്മരണ സമ്മേളനം സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. മഹൽ ഖാസിം കുഞ്ഞുട്ടി മുസ്ലിയാർ അധ്യക്ഷനായിരുന്നു. ഷമീർ ദാരിമി കൊല്ലം മുഖ്യപ്രഭാഷണം നടത്തി. പുത്തനങ്ങാടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സുഹദാക്കളുടെ സ്മരണയ്ക്കായാണ് എല്ലാ വർഷവും സുഹദ ആണ്ട് നേർച്ച സംഘടിപ്പിച്ചു വരുന്നത്. 1000ഓളം വർഷം പഴക്കമുള്ള പൗരാണികതയെ ഉണർത്തുന്ന കൊത്തുപണികളാൽ അലങ്കൃതമായ ചരിത്ര ശേഷിപ്പുകളുടെ കലവറ പുത്തനങ്ങാടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ശുഹദാക്കളുടെ ആണ്ട് നേർച്ചയ്ക്ക് KKCM തങ്ങൾ വഴിപ്പാറ അവറുകളുടെ നേതൃത്വത്തിലുള്ള മഖാം സിയാറത്തോടുകൂടെ തുടക്കമായിരിക്കുകയാണ്. 5 ദിനങ്ങളിലായി നടക്കുന്ന ആണ്ട് നേർച്ചയിൽ കേരളത്തിലെ പ്രഗത്ഭ പ്രഭാഷകരായ സിംസാറുൽ ഹഖ് ഹുദവി, നൗഷാദ് ബാക്കവി, ഷമീർ ദാരിമി, വലിയുദ്ദീൻ ഫൈലി തുടങ്ങിയ പ്രഭാഷകരും ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദ് അവറുകൾ, പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയ സമസ്തയുടെ സമുന്നതരായ നേതാക്കളും സംബന്ധിക്കുന്ന പരിപാടിയുടെ സമാപനം ഫെബ്രുവരി 4-ാം തീയതി കാലത്ത് 8 മണിക്ക് നടക്കുന്ന ഖത്തം ദുആക്ക് ശേഷമുള്ള 10,000 ആളുകൾക്കുള്ള അന്നദാനത്തോടെ സമാപനം കുറിക്കുകയാണ്. കേരളത്തിലെ പ്രമുഖ മതപ്രഭാഷകരായ നൌഷാദ് ബാഗവി ചിറയിൻകീഴ്, സിംസാറുൽ ഹഖ് ഹുദവി എന്നിവർ വിവിധ ദിവസങ്ങളിൽ പ്രഭാഷണം നടത്തും. ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന ദുആ സമ്മേളനം പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. വലിയുദ്ദീൻ ഫൈസി വാഴക്കാട് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ നടക്കുന്ന ഖത്തം ദുആയ്ക്ക് തെയ്യോട്ടുച്ചിറ ഖാസിം ഷുക്കൂർ മദനി നേതൃത്വം നൽകും. തുടർന്ന് ആയിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനത്തോടെയാണ് പുത്തനങ്ങാടി നേർച്ചയ്ക്ക് സമാപനമാകുക.
ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ പൂഴിയപ്പറമ്പ് താലപ്പൊലി ഉത്സവത്തിന് ഫെബ്രുവരി 2 വെള്ളിയാഴ്ച കൊടിയേറും. എല്ലാ ദിവസവും പ്രഭാത ഭക്ഷണവും വൈകിട്ട് സാംസ്കാരിക പരിപാടികളും ഉണ്ടാകുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിരുവാതിരക്കളി, കലാമണ്ഡലം ഈശ്വരനുണ്ണി അവതരിപ്പിക്കുന്ന ചാക്യാർകൂത്ത്, നൃത്തനൃത്യങ്ങൾ, ബാബുരാജ് പരിയാനംപറ്റ അവതരിപ്പിക്കുന്ന നാദ താള വിസ്മയം, കലാമണ്ഡലം വിഷ്ണുവിൻ്റെ ഓട്ടൻതുള്ളൽ, മെഗാ മ്യൂസിക്കൽ ഇവൻ്റ്, സോപാന സംഗീതം, മദ്ദളക്കേളി എന്നിവ വിവിധ ദിവസങ്ങളിലായി ക്ഷേത്രത്തിൽ നടക്കും. 9-നാണ് താലപ്പൊലി. 8ഓളം ആനകൾ വിവിധ വേലകളിൽ അണിനിരക്കുമെന്ന് ക്ഷേത്രം സംരക്ഷണ സമിതി പ്രസിഡന്റ് പി. രാമകൃഷ്ണൻ, ഖജാൻജി പി. കെ. രവീന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2-ാം തീയതി വെള്ളിയാഴ്ച മുതൽ 9-ാം തീയതി വെള്ളിയാഴ്ച കൂടി എല്ലാ ദിവസവും രാവിലെ ഗണപതി ഹോമം, പ്രത്യേക പൂജകളാണ്. രാവിലെ നാരികാമണം മാത്രം എല്ലാ ദിവസവും 7 ദിവസം വൈകുന്നേരം നടമാന ചുറ്റുപാട് വിശേഷം പൂജകളുണ്ട് എല്ലാ ദിവസവും. ഷൊർണൂർ മാരിയമ്മൻ ക്ഷേത്രത്തിലെ പൂജാ മഹോത്സവം ഫെബ്രുവരി 2 മുതൽ 19 വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. വിശേഷാൽ പൂജകൾക്കൊപ്പം 14 ദിവസം നീണ്ടു നിൽക്കുന്ന തായമ്പക മഹോത്സവവും വിവിധ കലാപരിപാടികളുമാണ് ഉത്സവത്തിൻ്റെ പ്രത്യേകതയെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഷൊർണൂരിന് ആഘോഷരാവുകൾ സമ്മാനിച്ചാണ് മാരിയമ്മൻ ക്ഷേത്രത്തിലെ ഉത്സവം ആഘോഷിക്കുന്നത്. ഫെബ്രുവരി 2 തുടങ്ങി 19 വരെ 18 ദിവസങ്ങളിലായാണ് ഇത്തവണ ഉത്സവാഘോഷം. തന്ത്രി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. ഫെബ്രുവരി 2 വൈകിട്ട് 5:30 തായമ്പക മഹോത്സവത്തോടെയാണ് ഉത്സവത്തിന് തുടക്കമാവുക. ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ CM നീലകണ്ഠൻ ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് മിഴാവുമേളം, പൂകുറിക്കൽ എന്നിവ നടക്കും. രാത്രി 9:30 തോൽപ്പാവക്കൂത്തുമുണ്ടാകും. തിരുവാതിരക്കളി, ഭജന, ഭക്തിഗാനമേള, ഓട്ടൻതുള്ളൽ, ഭരതനാട്യ കച്ചേരി തുടങ്ങിയ പരിപാടികളും ഉത്സവ ദിനങ്ങളിൽ നടക്കും. 12 രാവിലെ 11 മണിക്കാണ് കൊടിയേറ്റം. 13 രാവിലെ നാഗപൂജയും പുള്ളുവൻ പാട്ടും, 2:30 കന്യാകുമാരി പൂജ, 4 സുവാസിന്യാർച്ചന, 16 രാവിലെ 7 പൂർണ്ണാഭിഷേകം, 10:30 അന്നദാനം, 6:30 ഭാരതപ്പുഴയിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ സത്യകുംഭം എഴുന്നള്ളിപ്പ്, അമ്മൻ താലാട്ടുപാട്ട്, അഗ്നികാലം, പഞ്ചവാദ്യം, 17 മാവ് വിളക്ക്, വൈകിട്ട് ഗാനമേള, 18:04 അലകുചാർത്തലും തേർക്കളിയും, 19 രാവിലെ മഞ്ഞൾ നീരാട്ട് എന്നിവയോടുകൂടി ഉത്സവം സമാപിക്കും. പ്രഗത്ഭരുടെ തായമ്പകയ്ക്കൊപ്പം പുതുമുഖങ്ങൾക്കും ഇത്തവണ അവസരം നൽകിയിട്ടുണ്ടെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. ഈ പൂക്കുറിക്കൽ എന്ന് പറയുന്ന ഒരു സംഭവത്തോടു കൂടിയാണ് ആരംഭിക്കുക. ഈ പൂക്കുറിക്കൽ ഇപ്പോൾ നാളത്തെ 2-ാം തീയതിയാണ് സാധാരണഗതിയിൽ അത് വരിക. ഇത് കഴിഞ്ഞ് 11-ാം ദിവസമാണ് നമ്മുടെ കൊടിയേറ്റം വരുന്നത്. കൊടിയേറ്റം കഴിഞ്ഞിട്ട് 5-ാം ദിവസം നമ്മൾ പുഴയിൽ നിന്ന് സത്യകുംഭം എഴുന്നള്ളിച്ച് ഇവിടെ അമ്പലത്തിൽ കൊണ്ടുവന്ന് 3 ദിവസം കൂടി ആഘോഷം ഉണ്ടാവും. അങ്ങനെയാണ് സാധാരണ വരുന്നത്. ഇപ്രാവശ്യം നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ 8 ദിവസം ആഘോഷിച്ചിരുന്ന ഈ ഉത്സവത്തിന് 18 ദിവസമാക്കിയിട്ട് വിപുലീകരിച്ചിരിക്കുകയാണ്. അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, പ്രധാന കാരണം ഇവിടെ പ്രധാനമായിട്ട് തായമയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഈ ആഘോഷങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രഗത്ഭന്മാരായിട്ടുള്ള എല്ലാ തായമ്പക വിദഗ്ധന്മാരും ഈ അമ്പലത്തിൽ വന്നിട്ട് തായമ്പക കൊത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ 18 ദിവസം ആഘോഷത്തിൽ 14 ദിവസം തായമ്പക മഹോത്സവമായിട്ടാണ് നമ്മൾ കൊണ്ടാടാൻ തീരുമാനിച്ചത്. അപ്പോൾ അതിൽ ആദ്യത്തെ 7 ദിവസം വളർന്നു വരുന്ന കലാകാരന്മാർക്ക് നമ്മൾ അവസരം കൊടുക്കുക. രണ്ടാമത്തെ 7 ദിവസം ഏറ്റവും പ്രഗത്ഭന്മാരായിട്ടുള്ള കലാകാരന്മാർക്ക് നമ്മൾ അവസരം കൊടുക്കുക. അതിൽ നമ്മുടെ കല്ലൂർ രാമൻകുട്ടി മാരാർ, അതുപോലെ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, ഉദയൻ നമ്പൂതിരി, സുഗപുരം ദിലീപ്, സദനം രാമകൃഷ്ണൻ, പിന്നെ ചിറക്കൽ നിതീഷ്, പിന്നെ ഒരു പ്രാവശ്യം ഒരു വനിതാ തായമ്പകയ്ക്കും കൂടി ഒരു വനിതയ്ക്കും കൂടി പ്രാതിനിധ്യം കൊടുക്കണമെന്ന് പൊതുവെ ഒരു അഭിപ്രായം വന്നപ്പോൾ അവർക്കും കൂടി ചാൻസ് കൊടുത്ത് ഡോക്ടർ നന്ദിനി വർമ്മയെ കൂടി ഇപ്രാവശ്യം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭാരവാഹികളായ AM രാജമാണിക്കൻ, R സെന്തിൽകുമാർ, K ശിവരാജ്, K മണി, S മുരുകേശൻ, E രാജമാണിക്കൻ, R ചിദംബരം, A വേണുഗോപാലൻ, K തങ്കരാജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ.
ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ ജാഥയുടെ പ്രചരണാർത്ഥം ചെർപ്പശ്ശേരി യൂണിറ്റ് വിളംബര ബൈക്ക് റാലി നടത്തി. വ്യാപാര ഭവൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച ബൈക്ക് റാലി യൂണിറ്റ് സെക്രട്ടറി കെ ഷംസുദ്ദീൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. നഗരം ചുറ്റിയ റാലി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. നാടിനും നാട്ടുകാർക്കും വേണ്ടി പ്രവർത്തിക്കാൻ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ വേണ്ട എന്ന് തെളിയിക്കുകയാണ് ശ്രീകൃഷ്ണപുരം സ്വദേശി സുഭാഷ്. എന്താണ് സുഭാഷിൻ്റെ പ്രത്യേകത എന്നല്ലേ കാണാം. ഇത് സുഭാഷ് ഒരു PWD വർക്കറല്ല, ജനപ്രതിനിധിയുമല്ല. ശ്രീകൃഷ്ണപുരം സൊസൈറ്റി പടിയിലെ ഓട്ടോ ഡ്രൈവറാണ്. ലാഭേച്ഛ കൂടാതെ പൊതുസമൂഹത്തിന് നന്മ മാത്രം ചെയ്യുന്ന വ്യക്തി. ചാത്തൻകുന്ന് റോഡ് കോൺക്രീറ്റ് കഴിഞ്ഞ ഏകദേശം 20 ദിവസത്തോളം 3 നേരം നനച്ചിരുന്നത് സുഭാഷാണ്. ഇപ്പോൾ സ്വന്തം കയ്യിൽ നിന്ന് പണം ചിലവാക്കി പെയിന്റ് വാങ്ങി റോഡിലെ ഹമ്പ് മാർക്ക് ചെയ്യുന്നു. തീർന്നില്ല, ചാത്തൻകുന്ന് റോഡിൻ്റെ പ്രവൃത്തികളിലെല്ലാം സുഭാഷ് ഇടപെട്ടിരുന്നു. അഴുക്കുചാൽ വൃത്തിയാക്കും. ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാവുന്ന മറ്റ് പ്രവൃത്തികളും ചെയ്യും. ദിവസവും ഓട്ടോ സ്റ്റാൻഡ് വൃത്തിയാക്കും. ഒന്നും മറ്റ് താല്പര്യങ്ങളോടെയല്ല, നാടിൻ്റെ നന്മ മാത്രം കണ്ടാണ്. വാർത്ത ചെയ്യുവാൻ ഞങ്ങൾ വിളിച്ചപ്പോഴും ആദ്യം ഒഴിഞ്ഞു മാറി. പിന്നീട് അടുത്തുള്ള കച്ചവടക്കാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് സമ്മതിച്ചത്. ചാത്തൻകുന്ന് റോഡ് പണി കഴിഞ്ഞ കാലം മുതൽ ഈ റോഡിൻ്റെ അത് നനയ്ക്കുന്ന ഫുള്ള് നമ്മുടെ ഈ സുഭാഷ് ചേട്ടനായിരുന്നു. ആരും പറഞ്ഞിട്ടൊന്നുമില്ല. രാവിലെ 5 മണിക്ക് വരും. ഒരു 5 നേരമെങ്കിലും ഈ പുള്ളി ഈ റോഡ് നനച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ റോഡ് ഇത്രയും ഉറച്ചു നിൽക്കാൻ തന്നെ കാരണം എന്ന് പറയുന്നത്. കാരണം പുള്ളി നല്ല അധ്വാനിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ റോഡിൻ്റെ ഹമ്പ് മാർക്ക് ചെയ്യാൻ പുള്ളി തന്നെയാണ് ഇതിനു മുമ്പേ മാർക്ക് ചെയ്തിട്ടുള്ളത്. സ്വന്തം കയ്യിൽ നിന്ന് പൈസ ചിലവാക്കിയിട്ട് പെയിൻറ്റ് വാങ്ങിയിട്ട് മാർക്ക് ചെയ്തതും ഈ പുള്ളി തന്നെയാണ്. ഇപ്പോൾ ചാനലിൽ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ പുള്ളി പറഞ്ഞു, അതിൻ്റെ ഒന്നും പബ്ലിസിറ്റിയുടെ ഒന്നും ആവശ്യമില്ല, അതൊന്നും വേണ്ടത്, അതൊന്നും ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞത്. പക്ഷേ പൊതുസമൂഹത്തിന് നന്മ ചെയ്യുന്ന ഇങ്ങനെയുള്ള വ്യക്തികളെ ജനങ്ങളിലേക്ക് കൂടുതൽ ആൾക്കാരെ അറിയണം. ഈ നന്മ ചെയ്യുന്ന വ്യക്തികളെ കൂടുതൽ ആൾക്കാരുടെ അഭിനന്ദനങ്ങൾ വേണം. എന്നാലും ഇവരെ പോലുള്ള വ്യക്തികൾക്ക് കൂടുതൽ നന്മ പ്രവർത്തികൾ ചെയ്യാൻ സാധിക്കും. എന്തായാലും വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഇതേപോലുള്ള വ്യക്തികൾ നമ്മുടെ സമൂഹത്തിന് തന്നെ അഭിമാനമാണ്. മണ്ണാർക്കാട് ഓട്ടോ പാർട്സ് കട നടത്തിയിരുന്ന കീഴേക്കളം വീട്ടിൽ സുഭാഷ് 2008-ലാണ് ഓട്ടോറിക്ഷ ഡ്രൈവറായത്. നമ്മൾ നമ്മുടെ ചുറ്റുപാടുകൾ ശുചീകരിച്ചാൽ നാട് തന്നെ ശുചീകരിക്കപ്പെടുമെന്നാണ് സുഭാഷ് പറയുന്നത്. അതിന് മടിയോ മടുപ്പോ വേണ്ടതില്ലെന്നാണ് സുഭാഷിൻ്റെ പക്ഷം. ന്യൂസ് ബ്യൂറോ, ശ്രീകൃഷ്ണപുരം. അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് വിഷുക്കാല വിഷരഹിത പച്ചക്കറി ഉൽപ്പാദന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ആലുങ്കൽ പ്രദേശത്ത് പഴയടത്ത് മനയിൽ കുഞ്ഞിക്കുട്ടൻ നമ്പൂതിരിയുടെ ഉടമസ്ഥതയിലുള്ള 3 ഏക്കർ സ്ഥലത്താണ് ഇത്തവണ കൃഷി. പദ്ധതിയുടെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് PPK അബ്ദുറഹ്മാൻ നിർവഹിച്ചു. സഹകരണ വകുപ്പ് നിർദ്ദേശപ്രകാരം ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി അലനല്ലൂർ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വർഷം തോറും ബാങ്ക് ജൈവ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാറുണ്ട്. വിഷുക്കാല വിഷരഹിത പച്ചക്കറി ഉൽപ്പാദന പദ്ധതിക്ക് തുടക്കം കുറിച്ച് ഇത്തവണയും ബാങ്ക് കൃഷിയിറക്കുന്നുണ്ട്. പദ്ധതിയുടെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് PPK അബ്ദുറഹ്മാൻ നിർവഹിച്ചു. കാരണം വിഷുക്കാലത്ത് നമുക്കറിയാം, വിഷുക്കാലം എന്ന് പറഞ്ഞാൽ വേനൽക്കാല പച്ചക്കറിയുടെ ആരംഭമാണ്. ആ കൃഷി എല്ലാ ആളുകളിലേക്കും അതിൻ്റെ ഒരു സന്ദേശം എത്തിക്കാൻ നമ്മുടെ ബാങ്ക് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് നമ്മുടെ പ്രദേശത്ത്. അതോടൊപ്പം തന്നെ തൽപരരായ കുടുംബശ്രീ പ്രവർത്തകർക്കും കർഷകർക്കുമൊക്കെ ഈ ഒരു പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്തുകൊണ്ട് മേഖലയിലുള്ള മുഴുവൻ കർഷകരിലേക്കും ഇതിൻ്റെ സന്ദേശം എത്തിച്ച് നമ്മുടെ പ്രദേശത്തിന് ആവശ്യമായ പച്ചക്കറികൾ പരമാവധി സ്വയം പര്യാപ്തമായി ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യം തന്നെയാണ് ബാങ്ക് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്രട്ടറി P. ശ്രീനിവാസൻ, ഡയറക്ടർ രാജകൃഷ്ണൻ, അനിൽകുമാർ, വിനോദ്, ഗോപൻ, അമീൻ, സുനിത, കർഷകരായ ബാലൻ, ഉമ്മർ, വെള്ളര, മനാഫ്, ചിങ്ങത്ത് ഉമ്മർ, മുഹമ്മദ്, അപ്പാട്ട് ഹംസ, ഗോപാലൻ, ബാലകൃഷ്ണൻ നായർ,
പഴയടത്ത് വാസുദേവൻ നമ്പൂതിരി തുടങ്ങിയവർ പങ്കെടുത്തു. ആലുങ്ങൽ പഴയടത്ത് മനയിൽ കുഞ്ഞിക്കുട്ടൻ നമ്പൂതിരിയുടെ ഉടമസ്ഥതയിലുള്ള 3 ഏക്കർ സ്ഥലത്താണ് ഇത്തവണ കൃഷി. മത്തൻ, കുമ്പളം, വെള്ളരി, കയ്പ, ചേന, പയർ തുടങ്ങിയ വിളകളാണുള്ളത്. ഓണക്കാലത്തും വിഷുക്കാലത്തും വിഷരഹിത പച്ചക്കറി മാർക്കറ്റിലെത്തിച്ചും പച്ചക്കറിയുടെ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത ഉറപ്പുവരുത്തുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ നടത്തിയും വിഷരഹിത ജൈവ പച്ചക്കറിയുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനുള്ള സന്ദേശം പൊതുജനങ്ങൾക്കിടയിൽ ബാങ്ക് നൽകി വരുന്നുണ്ട്. ബാങ്ക് മെമ്പർമാർക്കും ജീവനക്കാർക്കും പദ്ധതിയുടെ ഭാഗമായി തൈകളും വിത്തും വിതരണം ചെയ്യുന്നുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. സഹകരണ സംഘങ്ങൾക്ക് മുന്നറിയിപ്പുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. വിശ്വാസ്യതയും സത്യസന്ധതയും കാത്തുസൂക്ഷിച്ചാൽ നല്ല നിലയിൽ മുന്നോട്ടു പോകാം. കാശുണ്ടാക്കിയാൽ മാത്രം മതിയെന്ന ചിന്തയാണ് മോശമായ കാര്യങ്ങൾ സംഭവിക്കാൻ ഇടയാക്കിയതെന്നും ബിനോയ് വിശ്വം. മണ്ണാർക്കാട് CVR ആശുപത്രി നിക്ഷേപക തട്ടിപ്പ്. ആശുപത്രി മേധാവി CV മുഹമ്മദ് റിഷാദ് ഉൾപ്പെടെ 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. പ്രതികൾ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതായും വിവരം. കോട്ടപ്പാടത്ത് വനാതിർത്തിയോട് ചേർന്നുള്ള കൈവശ ഭൂമിയുടെ നികുതി സ്വീകരിക്കുന്നത് നിർത്തിവെച്ചതിൽ പ്രതിഷേധം. കോട്ടപ്പാടം 1 വില്ലേജ് ഓഫീസറെ CPIയുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചു. തിങ്കളാഴ്ച മുതൽ നികുതി സ്വീകരിക്കുമെന്ന വില്ലേജ് ഓഫീസർ ഉറപ്പു നൽകിയതായി CPI നേതാക്കൾ. കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ കൊന്നൊടുക്കുന്ന നടപടിയും ഫലം കണ്ടില്ല. സ്വന്തം നിലയ്ക്ക് പ്രതിരോധം തീർത്ത് ഒറ്റപ്പാലം അമ്പലപ്പാറ കൃഷിഭവൻ പരിധിയിലെ കർഷകർ. കൃഷി സംരക്ഷിക്കാൻ പെടാപ്പാട്. കടമ്പഴിപ്പുറത്ത് രാത്രിയുടെ മറവിൽ സാമൂഹ്യവിരുദ്ധരുടെ വിളയാട്ടം. വായില്യാംകുന്ന് പാടശേഖരത്തിൽ 300ഓളം വാഴകളും 200ഓളം കവുങ്ങിൻ തൈകളും വെട്ടി നശിപ്പിച്ചു. അതിക്രമം മുൻ നാവികസേനാ ഉദ്യോഗസ്ഥന്റെ കൃഷിയിടത്തിൽ. ആതുര സേവന രംഗത്ത് സാധാരണക്കാർക്ക് താങ്ങായി മങ്കട CH സെന്റർ ശനിയാഴ്ച നാടിന് സമർപ്പിക്കും. തുടക്കത്തിൽ പ്രതിവർഷം 50 പേർക്ക് 10,000 ഡയാലിസിസുകൾ സൗജന്യമായി നൽകുമെന്ന് ഭാരവാഹികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.